हाय दोस्तों, नमस्ते। मैं हूं श्री कुमार, कॉम्पिटिटिव क्रैकर की हिंदी क्लास की ओर में सबका स्वागत करता हूं। ഹായ് സുഹൃത്തുക്കളെ, എല്ലാവരെയും ഞാൻ കോമ്പറ്റിറ്റീവ് ക്രാക്കറിൻ്റെ ഹിന്ദി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് കൈകാര്യം ചെയ്യണം. പരീക്ഷയ്ക്ക് തീർച്ചയായും വരുന്ന കുറച്ച് ചോദ്യങ്ങൾ അതാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് എക്സാമിനെ കുറിച്ചൊക്കെ അറിയില്ലേ, നിങ്ങളുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത കാര്യമൊക്കെ അറിയാൻ പാടില്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ സമയം കണ്ടെടുത്ത്, അതായത് ഒരു ദിവസത്തിൽ 6 മണിക്കൂറെങ്കിലും പോട്ടെ, 5 മണിക്കൂർ ഉപയോഗിക്കാമല്ലോ, 5 മണിക്കൂറെങ്കിലും എടുത്ത് നിങ്ങൾ എക്സാമിന് തയ്യാറാകുക. നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എക്സാം വളരെ നിസ്സാരമായൊരു എക്സാം അല്ല. HST എന്ന് പറയും, ഹൈസ്കൂൾ അസിസ്റ്റൻറ്റ്. HSA പോസ്റ്റിന് വേണ്ടിയാണ് നിങ്ങൾ PSC എക്സാം എഴുതാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അത് നിസ്സാരമായൊരു കാര്യമാണോ? ഒത്തിരി ആളുകളല്ലേ പങ്കെടുക്കുന്നത്. നമ്മുടെ ലക്ഷ്യം അതിൽ ടോപ്പാകുക എന്നുള്ളതാണ്. ആദ്യത്തെ ഒരു 10-15 റാങ്കിനുള്ളിൽ വരിക മെയിൻ ലിസ്റ്റിൽ, എങ്കിലേ നിങ്ങൾ അടുത്ത ഷോർട്ട് ലിസ്റ്റിലേക്ക് പോവുള്ളൂ, ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോവുള്ളൂ. അപ്പോൾ അങ്ങനെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇതിന് തയ്യാറാകുക. ദിവസങ്ങൾ വളരെ കുറവേ ഉള്ളൂ, വളരെ കുറച്ച് ദിവസങ്ങളേ നമ്മുടെ മുന്നിലുള്ളൂ. അതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ള നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ക്രാഷ് കോഴ്സിൽ നിങ്ങൾ പങ്കെടുക്കണം. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ പങ്കെടുപ്പിക്കുക. എല്ലാവരും എന്നിട്ട് എക്സാമിന്, നിങ്ങളുടെ ഒരു ലക്ഷ്യമാണ് PSC നേടുക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള എക്സാമിന് നിങ്ങൾ തയ്യാറാകണം. ഓക്കെ, അപ്പോൾ അതിന് പറ്റുന്ന ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഈ ടോപ്പിക് ഒഴിവാക്കിയിട്ട് ഒരു പരീക്ഷയും ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും ചോദ്യങ്ങളുണ്ടാകും. അത് സെറ്റാകട്ടെ, HSA ആകട്ടെ, കേട്ടറ്റ് ആകട്ടെ, ഇതിലൊക്കെ ഈ ചോദ്യങ്ങൾ വരും. അങ്ങനെയുള്ള കുറച്ച് ടോപ്പിക്കാണ് ഞാനിത് കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. എല്ലാം റെഡിയല്ലേ? നോക്കൂ, ഞാനിന്നിവിടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് രാജഭാഷ കുറിച്ചാണ്. രാജഭാഷ എന്ന ഒഫീഷ്യൽ ലാംഗ്വേജ് രാജഭാഷയാണ് ഹിന്ദി, രാജഭാഷ. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. 9-10 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളിൽ നിന്ന് ചോദ്യം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് വന്നിരിക്കും. ഞാൻ പല ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്ത് തയ്യാറാക്കിയിരിക്കുന്ന രാജഭാഷയുമായി ബന്ധപ്പെട്ട, ഒഫീഷ്യൽ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടത്. രാഷ്ട്രഭാഷയല്ല, രാജഭാഷയാണ്. ഓക്കെ, നമുക്ക് നോക്കാം. രാജഭാഷ കെ രൂപ മേ ഹിന്ദി കാ സ്ഥാൻ, ഒഫീഷ്യൽ ലാംഗ്വേജ് എന്ന രീതിയിൽ ഹിന്ദിയുടെ പ്ലേസ്, ഹിന്ദിയുടെ സ്ഥാനം എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ ഈ 10ഓളം ചോദ്യങ്ങൾ വിശകലനം ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. राजभाषा के रूप में हिंदी का स्थान, राजभाषा के रूप हिंदी का महत्व क्या है, രാജഭാഷ ആയോഗ്, രാജഭാഷ അധിനിയം. അധിനിയം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്റ്റാണ്. രാജഭാഷ അധിനിയം. രാഷ്ട്രലിപി കെ രൂപ മേ ദേവനാഗരി ലിപി, ഹിന്ദി എഴുതുന്നത് ദേവനാഗരി ലിപിയിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ രാഷ്ട്രഭാഷ രാഷ്ട്രലിപിയാണ്. രാഷ്ട്രലിപി എന്ന രൂപത്തിൽ ദേവനാഗരി ലിപിയുടെ ഇന്നത്തെ സ്ഥാനം, ഇങ്ങനെയൊക്കെയുള്ള 3-4 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. നോക്കാം. രാജഭാഷ കെ രൂപ മേ ഹിന്ദി കാ സ്ഥാൻ ക്യാ ഹൈ, രാജഭാഷ കെ രൂപ ഹിന്ദി കാ മഹത്വ ക്യാ ഹൈ, രാജഭാഷ ആയോഗ് ക്യാ ഹൈ, രാജഭാഷ അധിനിയം ക്യാ ഹൈ, രാഷ്ട്രലിപി കെ രൂപ മേ ദേവനാഗരി ലിപി രാഷ്ട്രലിപിയാണ്. ഹിന്ദി എഴുതുന്നത് ദേവനാഗരി ലിപിയിലാണ്. അത് രാഷ്ട്രലിപിയായിട്ട് അംഗീകരിച്ചിരിക്കണം. ഈ കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ നിസ്സാരമായിട്ട് എടുക്കരുത്, വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഇതിന് ചോദ്യമുണ്ട്. നിങ്ങൾ എന്ത് ഗ്യാരണ്ടി, ഇത് ഉറപ്പായൊരു കാര്യമാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ആദ്യം ഞാൻ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ടുള്ള കാര്യമാണ്, നിങ്ങൾ വിട്ടുകളയേണ്ട. നോക്കൂ, HSA പോരാട്ടം 2025. ഓക്കെ, പിന്നെ ഓഫറുകളൊക്കെ 30 days ക്രാഷ് കോഴ്സാണ്. 30 days ക്രാഷ് കോഴ്സാണ് ഇതിനു വേണ്ടി ആരംഭിച്ചിട്ട്. വളരെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. HSA ഹിന്ദി ഓഗസ്റ്റ് മാസം ആദ്യമല്ലേ. അപ്പം നമ്മുടെ മുന്നിൽ ഇത് ജൂൺ ഇന്ന് എത്രയാണെന്നറിയാലോ തീയതി. ഇനി ബാക്കി എത്ര ദിവസമുണ്ട് നമ്മുടെ മുന്നിൽ? അപ്പം അതെങ്ങനെ കൈകാര്യം ചെയ്യണം? ഞാൻ ആദ്യമേ HSA ഹിന്ദി പരീക്ഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് അല്ലേ. അത് ലക്ഷ്യമാണ് നമ്മുടെ PSC HSC ആയിട്ട് ജോലി ചെയ്യുക എന്നുള്ളത്. HSC ഹൈസ്കൂൾ അധ്യാപകനാണ്. അപ്പോൾ അതിൻ്റെ പോരാട്ടമാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2025 നമ്മുടെ CC നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫറാണ്, മൺസൂൺ ഓഫറാണ്. നോക്കുക, 30 days ക്രാഷ് കോഴ്സാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ കൂട്ടുകാരെയും പരിചയക്കാരെയും ഒക്കെ ഉൾപ്പെടുത്തുക.
അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് നമുക്ക് HSC ഹിന്ദി ഓഗസ്റ്റ് ആദ്യം വരെ നടക്കുന്ന HSC ഹിന്ദി മത്സരത്തിനിറങ്ങാം, പോരാട്ടത്തിനിറങ്ങാം. ഓക്കെ, അപ്പം അതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത്? പഠനം നമ്മൾ ക്രമപ്പെടുത്തണം. ഒരു ദിവസം മിനിമം 5 മണിക്കൂറെങ്കിലും പഠിക്കുക. എല്ലാ ടോപ്പിക്കുകളും കവർ ചെയ്ത് വേണം. തന്നെ ഇരുന്ന് പഠിച്ചാൽ നമുക്കത് കിട്ടില്ല. അതിനാണ് ക്രാഷ് കോഴ്സ് CCയിൽ ജോയിൻ ചെയ്യേണ്ടത്, ഇതിൽ പങ്കെടുക്കേണ്ടത്. കഴിവുള്ള അധ്യാപകരുടെ ക്ലാസ്സുകൾ നിങ്ങളെ ഇതിൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് വീണ്ടും പോകാം. നോക്കൂ, രാജഭാഷ ആയോഗ് കാ ഗഠൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ, ആയോഗ് കമ്മീഷൻ, രാജഭാഷ ആയോഗ് കാ ഗഠൻ, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ കബ് കിയാ ഗയ എന്നാണ് ഒന്നാമത്തെ ചോദ്യം. അതിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ 1955, 1957 ബി ആണ്. ഓപ്ഷൻ സി 1953 ആണ്. ഓപ്ഷൻ ഡി 1954 ആണ്. 10 ചോദ്യങ്ങളിൽ ഒരു ചോദ്യം ഉറപ്പാണ്, അത് ഞാൻ ഗ്യാരണ്ടിയാണ്. നോക്കൂ, അപ്പം രാജഭാഷ ആയോഗ്, ഇവിടെ യോഗല്ല ആയോഗ്, രാജഭാഷ ആയോഗ് ക ഗഠൻ, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ് കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത്. ഓപ്ഷൻ എ വാല കോൺ സാ ഹേ? 1955, 1955. ഇനി 57 ബി വാല, सी 1953, डी वाला कौन सा है? 1954. इनमें सही आंसर क्या होगा? देखो ऑप्शन ए है. ഓപ്ഷൻ എ 1955 രാജഭാഷ ആയോഗ് രൂപീകരിച്ചത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പം നിങ്ങൾ ഒരു ചോദ്യം പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. സംവിധാൻ के किस अनुच्छेद के अंतर्गत देवनागरी लिपि में लिखित हिंदी का संघ की राजभाषा के रूप में स्वीकार किया? संविधान के किस अनुच्छेद मीन्स ആർട്ടിക്കിൾ, സംവിധാൻ के ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം ആണ് ദേവനാഗരി ലിപിയെ, സംഘ് മീൻസ് ഇന്ത്യൻ യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ്. അവിടെയും 4 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ വാല കോൺ സാ ഹേ? അനുച്ഛേദ് 344. देखो ഓപ്ഷൻ ബി അനുച്ഛേദ് 345, ഓപ്ഷൻ സി അനുച്ഛേദ് 343, ഓപ്ഷൻ ഡി അനുച്ഛേദ് 347. 4 ഓപ്ഷൻ ഉണ്ടല്ലോ. അനുച്ഛേദ് ആർട്ടിക്കിൾ 344, अनुच्छेद बी कौन सा है? 345, अनुच्छेद आर्टिकल 343. अब देखो अनुच्छेद 347 इनमें कौन सा है? अब देखिए आंसर हम देखेंगे, ऑप्शन सी है. संविधान के किस अनुच्छेद के अंतर्गत देवनागरी लिपि में लिखित हिंदी का, देवनागरी लिपिയിൽ എഴുതുന്ന ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് അംഗീകരിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എന്നാണ് ആ ചോദ്യം. അതിൻ്റെ ഉത്തരമാണ് ഓപ്ഷൻ സി 343, അനുച്ഛേദ് 343, 343. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 343 അല്ലേ? 347. ഓക്കെ, अब देखो तीसरा, देवनागरी लिपि का विकास किस मूल लिपि से हुआ? देवनागरी लिपि, ഹിന്ദി എഴുതണ ദേവനാഗരി ലിപിയിലാണ്. ആ ദേവനാഗരി ലിപിയുടെ മൂലരൂപം ഏതിൽ നിന്നാണ്? എ റോമൻ ലിപി, ബി ഗുരുമുഖി ലിപി, സി ബ്രാഹ്മി ലിപി, ഡി ഖരോഷ്ടി ലിപി. ഇതിൽ ഏത് ലിപിയിൽ നിന്നാണ് നോക്കാം. റോമൻ ലിപിയാണോ? എ वाला है क्या, बी वाला है क्या, सी वाला है क्या और डी वाला है? इनमें कौन सा है? उसका आंसर ये है सी, ऑप्शन सी है ब्राह्मी लिपि. देवनागरी लिपि का विकास किस मूल लिपि से हुआ? उसका आंसर ये है ऑप्शन सी ब्राह्मी लिपि. ബ്രാഹ്മി ലിപി ദേവനാഗരി ലിപിയുടെ മൂലലിപിയാണ്, ബേസിക്കായ ലിപിയാണ് ബ്രാഹ്മി ലിപി. ഓക്കെ, അപ്പോൾ ദേവനാഗരി ലിപിയിലെ ഹിന്ദി എഴുതുന്നു. 14 सवाल ये है, देवनागरी लिपि को राष्ट्रलिपि के रूप में कब स्वीकार किया गया? ഏത് വർഷമാണ് ദേവനാഗരി ലിപിയെ രാഷ്ട്രലിപിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്? ആർട്ടിക്കിളിന്റെ കാര്യമല്ല, ഏത് വർഷത്തിന്റെ കാര്യമാണ് ചോദിച്ചത്, ഏത് ഇയറിലാണ് നോക്കാം. 15 अगस्त 1948, ऑप्शन है 15 अगस्त 1948. ये देखो 14 सितंबर 49. अब देखो 14 जनवरी 1950. अब देखो 26 जनवരി 1950. इनमें कौन सा है? 4 ഓപ്ഷൻ ഉണ്ട്. ഈ 4 ഓപ്ഷനിൽ ഏതാണ് ചോദ്യം? ഒന്നും കൂടി നോക്കുക. ദേവനാഗരി ലിപി को राष्ट्रलिपि के रूप में कब स्वीकार किया गया? ദേവനാഗരി ലിപിയെ ऑफिशियल
ലാംഗ്വേജ് ആയിട്ട്, രാഷ്ട്രലിപിയായിട്ട് ഏത് വർഷമാണ് തിരഞ്ഞെടുത്തത്? അതിന്റെ ആൻസർ നോക്കാം. ഓപ്ഷൻ ബി ആണ്, ബി വാല 14 സിതംബർ 1949. സെപ്റ്റംബർ 14 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയെ രാജഭാഷ, അതായത് രാഷ്ട്രലിപിയായിട്ട് അംഗീകരിച്ചിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. 5ാമത്തെ ചോദ്യമാണ്. हिंदी को भारतीय संघ इंडियन यूनियन, भारतीय संघ उसका मतलब ये इंडियन यूनियन की राजभाषा कब घोषित किया गया? രാജഭാഷയായിട്ട് ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഏത് വർഷമാണ് ദേവനാഗരി ഹിന്ദിയെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് ഏത് വർഷമാണ് തിരഞ്ഞെടുത്തത് നോക്കാം. ഓപ്ഷൻ എ 14 സെപ്റ്റംബർ 14 1949, ഓപ്ഷൻ ബി സെപ്റ്റംബർ 14 1950, ഓപ്ഷൻ സി സെപ്റ്റംബർ 15 1949, ഓപ്ഷൻ ഡി സെപ്റ്റംബർ 15 1950. ഇതിൽ ഏതാണ് കറക്റ്റ് നോക്കാം. हिंदी को भारतीय संघ की राजभाषा कब घोषित किया गया? ഹിന്ദിയെ ഇന്ത്യൻ യൂണിയന്റെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആയിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഏത് വർഷം മുതലാണ്? ഉത്തരം നോക്കാം. ഓപ്ഷൻ എ ആണ് 14 सितंबर 1949. 14 सितंबर 1949 हिंदी दिवस कब? देश भर हमारे देश में, भारत में हिंदी दिवस किस दिन मनाया जाता है? किस दिन मनाया जाता है? हम सब जानते हैं ना, ഏത് ദിവസമാണ് ഹിന്ദി ദിവസമായിട്ട് ഭാരതം ഹിന്ദി ദിവസമായിട്ട് ഒരു ദിവസം ആഘോഷിക്കുന്നുണ്ട്. അത് ഏത് ദിവസമാണ്? അതാണ് സെപ്റ്റംബർ 14. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ആ ദിവസത്തിനൊരു പ്രാധാന്യമുണ്ട്. ഹിന്ദി ദിവസത്തെ വളരെ വർണ്ണാഭമായിട്ട് ഹിന്ദി മത്സരങ്ങളോടുകൂടെ, ഹിന്ദി സാഹിത്യ മത്സരങ്ങളോടുകൂടിയാണ് ആ ദിവസം അവസാനിക്കുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ ഹിന്ദി ദിവസത്തിന്റെ പ്രാധാന്യമാണ്. അത് सेप्टेम्बर 14 सितंबर 14 सितंबर को हिंदी दिवस के रूप में मनाया जाता है. भारत में 14 सितंबर हिंदी दिवस के रूप में मनाया जाता है. अतः ചോദ്യം, हिंदी को भारतीय संघ की राजभाषा कब घोषित किया गया? उसका आंसर है ऑप्शन ए. देखो 14 सितंबर 1949. ये है 14 सितंबर 1949. अब देखो अगला सवाल 6वां सवाल देखो. 6वां सवाल, राजभाषा अधिनियम किस वर्ष पारित किया गया? ഏത് വർഷമാണ് കമ്മീഷൻ 1947, 1960, 1976, 1990 രാജഭാഷ അധിനിയം किस वर्ष पारित किया गया? ഏത് വർഷമാണ് നോക്കാം. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഏതാണ്? 1976. 1976 अब देखो, राजभाषा अधिनियम के अनुसार इनमें खास श्रेणी के अंतर्गत कौन सा राज्य नहीं मिलता? അതായത് ഖാസ് ശ്രേണി അനുസരിച്ച് 3 രീതിയിലാണ് ഇന്ത്യൻ പ്രദേശങ്ങളെ തരംതിരിച്ചിരിക്കുന്നത്. ഖായിൽ തന്നെ അതിൽ ഒന്ന് യൂണിയൻ ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞു കേട്ടില്ലേ? അങ്ങനെ 3 വിഭാഗങ്ങളാണുള്ളത്. ഇതെല്ലാം ഖാസ് ശ്രേണിയിലാണ്. അപ്പോൾ അതനുസരിച്ച് ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി മഹാരാഷ്ട്ര. ഇതിൽ ഏതാണ് ഉൾപ്പെടാത്തതെന്ന്. श्रेणी के अंतर्गत कौन सा राज्य मीन स्टेट नहीं मिलता है? राजभाषा अधिनियम के अनुसार इनमें से ख श्रेणी के अंतर्गत രണ്ടാമത്തെ ഖ ശ്രേണിയിൽ ഉൾപ്പെടാത്ത സ്റ്റേറ്റ് ഏതാണ്? ഓപ്ഷൻ എ പഞ്ചാബ്, ഓപ്ഷൻ ബി ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി महाराष्ट्र. आंसर कौन सा है? अब देखो ऑप्शन बी है. ऑप्शन बी कौन सा है? वो है हिमाचल प्रदेश. हिमाचल प्रदेश राजभाषा अधिनियम के अनुसार ख श्रेणी के अंतर्गत नहीं है. ऑप्शन बी हिमाचल प्रदेश. अब हम देखेंगे 8वां सवाल, राजभाषा के प्रति सरकार के कर्तव्यों एवं दायित्वों का उल्लेख किस अनुच्छेद में है? രാജഭാഷയ്ക്ക് പ്രതി ഒഫീഷ്യൽ ലാംഗ്വേജിനോട് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഏത് ആർട്ടിക്കിളിലെ, ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ 343, ഓപ്ഷൻ ബി 344, ഓപ്ഷൻ സി 346, ഓപ്ഷൻ ഡി 351. ഇതിൽ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രാജഭാഷയ്ക്ക് പ്രതി സർക്കാർ के കർത്തവ്യം एवं दायित्वों का उल्लेख किया है? രാജഭാഷയോട് സർക്കാരിന്റെ ഉത്തരവാദിത്തങ്ങളും കടമകളും പരാമർശിക്കുന്ന
ആർട്ടിക്കിൾ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണെന്നാണ് ചോദ്യം. ഉസ്കാ ആൻസർ യേ ഹേ ബിവാല. ബിവാല കോൺ സാ ഹേ? ഓപ്ഷൻ ബി 344 ആർട്ടിക്കിൾ അനുസരിച്ചാണ്. तो अब नवा सवाल पर जाएंगे. 9ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ്. രാജഭാഷ അധിനിയം. രാജഭാഷ അധിനിയം 1976 के अनुसार ख श्रेणी के राज्यों से केंद्र सरकार पत्र व्यवहार किस भाषा में कर सकती है? ഏതാണ് രാജഭാഷ അധിനിയം? അത് 1976 അതനുസരിച്ച് ഖ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സ്റ്റേറ്റുകളുമായിട്ട് സർക്കാരിന്റെ കത്തിടപാടുകൾ പത്രവ്യവഹാർ किस भाषा में कर सकती है? ഏതിലാണ്? ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി അംഗ്രേസി, ഓപ്ഷൻ സി ഹിന്ദി എവം അംഗ്രേസി, ഓപ്ഷൻ ഡി ഇൻമേ സെ കോയി നഹി ഹെ. ഇവിടെ ഇൻ എന്നുള്ളത് ഇംഗ്ലീഷിലായി പോയി, അത് ഹിന്ദിയിൽ നിങ്ങൾ വായിക്കേണ്ടതാണ് ഇൻമേ സെ കോയി നഹി. ഇതിലേതാണ് നോക്കാം നമുക്ക്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ്. ഇതിലൂടെ ആയിരിക്കണം. ഓക്കെ. अब हमारा अंतिम सवाल है 10वां सवाल. विश्व हिंदी दिवस किस दिन मनाया जाता है? നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു देश भर यानी भारत पर हिंदी दिवस किस दिन मनाया जाता है. അതിന്റെ आंसर നമ്മൾ പറഞ്ഞു കഴിഞ്ഞു सितंबर 14. अब देखो अगला सवाल है ये विश्व हिंदी दिवस किस दिन मनाया जाता है? അത് ഇതാണ്. देखो ए सितंबर 14, बी जनवरी 26, सी अगस्त 15 और डी जनवरी 10. വിശ്വ ഹിന്ദി ദിവസ് ഇതിൽ ഏത് ദിവസമാണ് ആഘോഷിക്കുന്നത്? उसका आंसर ऑप्शन डी है. ऑप्शन डी कौन सा है? जनवरी 10. विश्व हिंदी दिवस किस दिन मनाया जाता है? जनवरी 10 को विश्व हिंदी दिवस. हमारा देश भर भारत पर हिंदी दिवस किस दिन मनाया जाता है? सितंबर 14. ഈ 10 ചോദ്യങ്ങളിൽ നിന്ന് ഒരു ചോദ്യം ഉറപ്പാണ്. അതുകൊണ്ട് നിസ്സാരമായി കരുതരുത്. നിങ്ങൾക്ക് പരതുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന കൂട്ട് ഈ ഒരു ചോദ്യം 10 എണ്ണത്തിൽ ഒരു ചോദ്യം ഉറപ്പ്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യം PSC നേടുക എന്നുള്ളത് നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പം എൻ്റെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും. തബ് തക് കെ ലിയെ വിദ. ബൈ.